നിതിൻ. ഞാൻ അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ DLന്റെ അധ്യാപകനാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമറുകളെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെഷീനാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ റോഡ് സൈഡുകളിൽ കൂടെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല എന്തിനാണ് ഈ ട്രാൻസ്ഫോമർ KCB അവിടെ വെച്ചിരിക്കുന്നത്, ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫോമർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എത്ര തരം ട്രാൻസ്ഫോമറുകളുണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ട്രാൻസ്ഫോമർ എന്ന് നോക്കാം. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച 2 ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്ക് ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്താണെന്ന് മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും. അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ, എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പം സെൽഫ് ഇൻഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോയിൽ എടുക്കുന്നു. ഈ കോയിലിനകത്തേക്ക് നമ്മളൊരു സപ്ലൈ, ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ, AC സപ്ലൈ കൊടുക്കുന്നു. ആ AC സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ഈ കോയിലിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാവും. ഈ കോയിലിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ നേച്ചർ എന്ന് പറയുന്നത് പൾസേറ്റിംഗ് തന്നെയായിരിക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സും എന്തായിരിക്കും, ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. കൂടിയും കുറഞ്ഞു നിൽക്കും. കാരണം മാക്സിമത്തിലേക്ക് വരുമ്പോൾ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, മിനിമത്തിലേക്ക് വരുമ്പോൾ മിനിമം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനി അങ്ങനെ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നത് മൂലം ഇവിടെ ഉണ്ടാകുന്ന ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈ സെയിം കണ്ടക്ടർ, ഈ കോയിൽ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ മാഗ്നറ്റിക് ഫീൽഡിനെ ആ കോയിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോയിലിൽ എന്തുണ്ടാവും, ഒരു EMF ഉണ്ടാവും. അങ്ങനെ EMF ഉണ്ടാകുന്നതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോയിലിനകത്തേക്ക് നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുന്നു. ആ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുന്നത് മൂലം അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഈ സെയിം കണ്ടക്ടർ തന്നെ കട്ട് ചെയ്യുന്നു. അങ്ങനെ സെയിം കണ്ടക്ടർ തന്നെ കട്ട് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിനകത്ത് ഒരു EMF ഉണ്ടാകുന്നു. അങ്ങനെ EMF ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു കോയിലും കൂടെ പ്ലേസ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടെ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ അടുത്ത ഒരു കോയിലും കൂടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോയിലും കൂടെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തൊട്ടടുത്ത ഒരു കോയിലും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ തൊട്ടടുത്തുള്ള ഈ കോയിൽ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. അങ്ങനെ ആ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോയിലിൽ എന്തുണ്ടാവും, ഒരു EMF ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കോയിൽ ഒരു ലോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇതിൽ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു കോയിലിനകത്തേക്ക് സപ്ലൈ കൊടുക്കുന്നു. ആ ഒരു കോയിലിനകത്തേക്ക് സപ്ലൈ കൊടുക്കുന്ന അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാകുന്നു. അതുമൂലം അവിടെ ഒരു EMF ഉണ്ടാകുന്നു. അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫോമറുകൾ വർക്ക് ചെയ്യുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സർക്യൂട്ടുകളും തമ്മിൽ എന്താണ്, ഫുള്ളി ഐസൊലേറ്റഡ് ആയിരിക്കും. പവർ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് പ്രൈമറി സൈഡും നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ഭാഗത്തിന് പ്രൈമറി സൈഡ് എന്നാണ് പറയുന്നത്, നമ്മൾ ലോഡ് കൊടുക്കുന്ന ആ ഭാഗത്തിന് സെക്കൻഡറി സൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. നമുക്കറിയാം ഇതിനകത്ത് മൂവ് ചെയ്യുന്ന പാർട്സുകളും ഒന്നുമില്ല, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഡിവൈസ് ആണ്. പിന്നെ ഇലക്ട്രിക്കൽ പവറിനെ ഒരു സർക്യൂട്ടിൽ നിന്നും അടുത്ത സർക്യൂട്ടിലേക്ക് ഇവിടെ എന്താണ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതൊരു സർക്യൂട്ട് ആയിരുന്നുവെങ്കിൽ ഇവിടുന്ന് അടുത്തൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇലക്ട്രിക്കൽ പവറിനെ. അത് ചിലപ്പോൾ വോൾട്ടേജ് ആയിരിക്കാം. ഇപ്പോൾ ചിലപ്പം വോൾട്ടേജ്
കുറഞ്ഞ വോൾട്ടേജിൽ നിന്ന് കൂടിയ വോൾട്ടേജിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടിയ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടേജിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ട്രാൻസ്ഫോമറിന്റെ സ്വഭാവം അനുസരിച്ച്, അതായത് നമ്മൾ ഏത് ടൈപ്പാണോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാകുന്നത്. അതിന് ആനുപാതികമായിട്ട് തന്നെ കറണ്ടിനും വേരിയേഷൻ ഉണ്ടാവും. കറണ്ട് കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഒന്ന് ഓർക്കേണ്ട കാര്യം, ഫ്രീക്വൻസിക്ക് യാതൊരുവിധ മാറ്റവും സംഭവിക്കില്ല ട്രാൻസ്ഫോമറിന്റെ കേസിൽ. അതായത് പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വോൾട്ടേജും കറണ്ടിനും മാത്രമാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. ഫ്രീക്വൻസി, നമ്മൾ കൊടുക്കുന്ന എ സിയുടെ ഫ്രീക്വൻസി എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് റിസീവിങ് എൻഡിങ്, അതായത് സെക്കൻഡറിയിൽ കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് എല്ലാ ട്രാൻസ്ഫോമറുകളും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പഠിച്ചു. അടുത്തടുത്തായിട്ടുള്ള 2 കോയിലുകൾ വെച്ചിരിക്കുന്നു. ഒന്നാമത്തെ കോയിലിനകത്ത് സി സപ്ലൈ കൊടുക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. രണ്ടാമത്തെ കോയിൽ അതിനെ ആ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കോയിലിൽ ഒരു EMF ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്ലക്സ് ലിങ്കേജ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ റിലക്റ്റൻസ് വളരെ കുറവായിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യും. അതിനെ കോറായിട്ട് യൂസ് ചെയ്യും. സ്റ്റീൽ ബാറുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനെയാണ് ട്രാൻസ്ഫോമർ കോർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ട്രാൻസ്ഫോമർ കോർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമർ കോറിനും ഒരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ ഒരു സിംഗിൾ പീസ് ആയിട്ടല്ല ഇരിക്കുന്നത്, 2 ഷേപ്പായിട്ടാണ്, എല്ല് പോലെ 2 ഷേപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു പീസായിരിക്കും, ഇത് അടുത്ത ഒരു പീസായിരിക്കും. അപ്പം ആദ്യം ഒരു പീസ് വെക്കുന്നു, അടുത്തൊരു പീസ് വെക്കുന്നു. അങ്ങനെ കുറേ അതിന് സ്റ്റാമ്പിങ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഒരുപാട് സ്റ്റാമ്പിങ്സുകൾ നമ്മൾ മുകളിൽ വെച്ച് എന്ത് ചെയ്യും, ഒരു കോർ രൂപത്തിലാക്കും. അതായത് എണ്ണം കൂട്ടി വെച്ച് കഴിയുമ്പോൾ ഇതെന്താവും, ഒരു കോറ് പോലെയാകും. എന്തിനാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാമ്പിങ്സുകളെല്ലാം തന്നെ ലാമിനേറ്റഡ് ആയിരിക്കും. ഒന്ന് അടുത്തതുമായിട്ട് ടച്ച് ആവാതിരിക്കാൻ വേണ്ടി ഫുള്ള് ലാമിനേറ്റഡ് ആയിരിക്കും. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്നത് ഒരു കോറിൽ ഉണ്ടാകുന്ന ലോസാണ് എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു മോട്ടറിൻ്റെ എടുത്താലോ അങ്ങനെയുള്ള കോറുമായി ബന്ധപ്പെട്ട ഏത് ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും എഡി കറണ്ട് ലോസ് ഉണ്ടാവും. ആ എഡി കറണ്ട് ലോസ് ഉണ്ടാകുന്നത് കോറിൽ ഉണ്ടാകുന്ന ലോസിനെയാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും എഡി കറണ്ട് ലോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എഡി കറണ്ട് ലോസ് എന്തായാലും അവിടെ ഉണ്ടാവും. പക്ഷെ ഉണ്ടാവുന്ന എഡി കറണ്ട് ലോസ് നമുക്ക് ഏറ്റവും മിനിമത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മിനിമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരുപാട് സ്റ്റാമ്പിങ്സുകൾ ഉപയോഗിച്ച് കോർ ഉണ്ടാക്കുന്നത്. ഒരു സിംഗിൾ പീസ് ആയിട്ടായിരുന്നു ഈ കോർ ഇരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഈ കോറ് കട്ട് ചെയ്യും. അങ്ങനെ കോറ് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോറിനകത്തൊരു EMF ഉണ്ടാവും. അങ്ങനെ കോറിനകത്ത് കറണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കോറ് ഒരു വലിയ പീസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനകത്തുണ്ടാകുന്ന കറണ്ട് എന്ന്, അതായത് മാഗ്നറ്റിക് കട്ടിങ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആ കറണ്ട് ഉണ്ടാകുന്നത് മൂലം നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാവും. കൂടാതെ ഈ കറണ്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, അതായത് ഈ കോർ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഈ കറണ്ടിന് വേറെ പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഹീറ്റ് വഴിയായിട്ടായിരിക്കും അത് പുറത്തേക്ക് പോകുന്നത്. കാരണം ഈ കോർ ചൂടാവാൻ തുടങ്ങും. അങ്ങനെ കോർ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വൈൻഡ് ചെയ്ത് വെക്കുന്ന കോയില് എല്ലാം ലാമിനേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ലാമിനേഷൻ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോറുകൾ ഒരു സിംഗിൾ പീസായിട്ട് ഒരു കോർ വെക്കുന്നതിന് പകരമായിട്ട് ചെറിയ ചെറിയ വളരെ തിക്നെസ് കുറഞ്ഞ 0.35 mm തിക്നെസ് വരുന്ന സ്റ്റാമ്പിങ്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ട്രാൻസ്ഫോമറിന്റെ കോറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കോറ് എടുക്കുന്നു. ഇനി നമ്മൾ ഈ കോറിനകത്തേക്കാണ് കോയില് ചുറ്റിയെടുക്കുന്നത്. ഇത് പ്രൈമറി സൈഡാണ്. അതായത് പ്രൈമറി സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന AC സപ്ലൈ കൊടുക്കുന്ന സൈഡാണ് പ്രൈമറി സൈഡ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡറി സൈഡാണ്. അപ്പം നമ്മൾ പ്രൈമറി സൈഡിൽ സപ്ലൈ കൊടുക്കുന്നു. സപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഈ കോറിനകത്ത് എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ആയിരിക്കും ഈ രണ്ടാമത്തെ കോയിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ കോയിൽ കട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കോയിൽ നമ്മളൊരു ലോഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ കോയിലിനകത്ത് EMF ഉണ്ടാകുന്നു. അങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കോർ ഉണ്ടാവും, കോയിൽ ഉണ്ടാവും, പ്രൈമറി കോയിൽ കാണും, സെക്കൻഡറി കോയിൽ കാണും.
ഇനി ഈ ട്രാൻസ്ഫോമറിന്റെ സ്വഭാവത്തിനനുസരിച്ച്, അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ് രണ്ട് തരം ട്രാൻസ്ഫോമറുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ വൈൻഡിങ്ങുകളുടെ ടേൺസിൽ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? കുറവായിരിക്കും. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ട് വരുന്നതിനെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഇതെങ്കിൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. നമ്മൾ സിമ്പിളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മളൊരു ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണെങ്കിൽ ഇത് പ്രൈമറി സൈഡ്, നമ്മളിവിടെ ഒരു കോറ് കാണിക്കുന്നു, ഇത് സെക്കൻഡറി സൈഡ്. അപ്പം ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇത് ഏത് ട്രാൻസ്ഫോമർ ആണെന്ന്. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെന്തായിരിക്കും? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിലെ നമ്പർ കോറ്, അതായത് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അത്തരം ട്രാൻസ്ഫോമറുകളെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ രണ്ട് കേസിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ചെയ്താലും സ്റ്റെപ്പ് ഡൗൺ ചെയ്യും, വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്താലും വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്താലും നമ്മുടെ ഫ്രീക്വൻസിക്ക് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. കറണ്ടിന് വ്യത്യാസം വരും. കാരണം പവർ സെയിം ആയിരിക്കും. ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിൽ കൊടുക്കുന്ന പവറും സെക്കൻഡറി സൈഡിൽ കൊടുക്കുന്ന പവറും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ആനുപാതികമായിട്ട് കറണ്ടിന്റെ വാല്യൂ കുറയും. അതായത് ഉദാഹരണത്തിന് ഒരു പവർ എന്ന് പറയുന്നത് 10 വാട്ടാണെന്ന് വെച്ചു. നമ്മൾ പ്രൈമറി സൈഡിൽ കൊടുക്കുന്ന, ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിൽ കൊടുക്കുന്ന പവർ എന്ന് പറയുന്നത് 10 വാട്ടാണ്. അപ്പോൾ 10 വാട്ടിൽ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. 5 വോൾട്ടും 2 ആംപിയർ സപ്ലൈ ആണ് ഞാൻ പ്രൈമറി സൈഡിൽ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ സെക്കൻഡറി സൈഡ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് ആണ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ 5 വോൾട്ട് എന്ന് പറയുന്നത് എന്താവണം? 1 വോൾട്ടായി എന്ന് വെച്ചു. ഇവിടെ 1 വോൾട്ടായി. 5 വോൾട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് നേരെ 1 വോൾട്ടിലേക്ക് മാറി. അപ്പോൾ ഈ 1 വോൾട്ടിലേക്ക് മാറി കഴിയുമ്പോൾ പവർ നമുക്കറിയാം സെയിം ആണെന്ന് അറിയാം. അപ്പോൾ 10 വാട്ട് പവർ അവിടെയും കിട്ടണമെങ്കിൽ അപ്പോൾ ആനുപാതികമായിട്ട് ഈ ആംപിയർ എത്രയായിരിക്കണം? 10 ആംപിയർ ആവും. അതായത് ഇവിടെ 2 ആംപിയർ ആയിരുന്ന കറണ്ട് സെക്കൻഡറി സൈഡിൽ എത്തിയപ്പോഴത്തേക്കും 10 ആംപിയർ ആയി. അപ്പോൾ ഈ 10 × 1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ടോട്ടൽ അവിടെയും വാട്ട് എന്ന് പറയുന്നത്, അതായത് കറണ്ട് × വോൾട്ടേജ് എന്ന് പറയുന്നത് പവറാണ്. അപ്പം അവിടുത്തെ പവർ എന്ന് പറയുന്നത് 10 വാട്ട് തന്നെയാണ്. ഈ പ്രൈമറി സൈഡിലെയും പവർ 10 വാട്ട് തന്നെയാണ്. അപ്പം അങ്ങനെയാണ് കറണ്ടും വോൾട്ടേജും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാം. അതായത് വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് ആംപിയർ കൂടും. ഫ്രീക്വൻസിക്ക് ചേഞ്ചുകളൊന്നും വരുന്നില്ല. പ്രൈമറി സൈഡിലാണെങ്കിൽ എന്താണ് 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എങ്കിൽ സെക്കൻഡറി സൈഡിലും അത് 50 ഹെർട്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇത് ബേസിക് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ 2 തരം ട്രാൻസ്ഫോമറുകളുണ്ട്. ഈ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്ത് 2 ടൈപ്പുകളായിട്ട് ട്രാൻസ്ഫോമറുകളെ തിരിച്ചിട്ടുണ്ട്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ് 2 ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് നോക്കാം. ഇതാണ് 2 തരം ട്രാൻസ്ഫോമറുകളുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമറും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ ആദ്യം നോക്കിയ പോലെ തന്നെ അതിൻ്റെ കോറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഷേപ്പ് ആയിരിക്കും. അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതുപോലെ 2 സ്റ്റാമ്പിങ്ങുകൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു എൽ ഷേപ്പിലുള്ള 2 സ്റ്റാമ്പിങ്സുകളുണ്ട്. ആ സ്റ്റാമ്പിങ്സുകൾ ആദ്യം ഒരു എല്ലിൻ്റെ ഒരു സ്റ്റാമ്പിങ്സ് വെക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് അകത്തിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് മൂടി ചേർത്തായിരിക്കും വെക്കുന്നത്. അടുത്തത് വെക്കുന്നു, വീണ്ടും അടുത്ത ഇത് വെക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കോറുകൾ നിർമ്മിക്കുന്നത്. അങ്ങനെ കോറുകൾ നിർമ്മിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോറിനകത്തേക്ക് പ്രൈമറി വൈൻഡിങ് ഒരു സൈഡിൽ നമ്മൾ വൈൻഡ് ചെയ്യുന്ന ടേൺസുകൾ ചുറ്റുന്നു, രണ്ടാമത്തെ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ടേൺസുകൾ ചുറ്റുന്നു. അത്തരം കൺസ്ട്രക്ഷനെയാണ് കോർ ടൈപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. അത് കൺസ്ട്രക്ഷൻ്റെ ബേസിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഷെൽ ടൈപ്പ്
ട്രാൻസ്ഫോമറുകൾ. ഈ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറുകളുടെ കോറുകൾ നിർമ്മിച്ചിരിക്കുന്നത് 2 തരം സ്റ്റാമ്പിങ്സുകൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു ഇ എന്ന് പറയുന്ന ഒരു ഷേപ്പുള്ള ഒരു സ്റ്റാമ്പിങ്സ് ഉണ്ടാവും, പിന്നെ ഒരു ഐ അങ്ങനെ ഒരു സ്റ്റാമ്പിങ്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇ എന്ന് പറയുന്ന സ്റ്റാമ്പിങ്സ് എടുത്ത് വെക്കുന്നു. അതിന് ശേഷം ഇതിപ്പോൾ പടത്തിൽ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഐ എന്ന് പറഞ്ഞ ഈ സ്റ്റാമ്പിങ്സ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ വെക്കുന്നു. വീണ്ടും ഒരു ഇ എന്ന് പറഞ്ഞ സ്റ്റാമ്പിങ്സ് എടുത്ത് വെക്കുന്നു. ഈ ഐ എന്ന് പറഞ്ഞ സ്റ്റാമ്പിങ്സ് എടുത്ത് വെക്കുന്നു. അതങ്ങനെ ഒന്നൊന്നായി അടുക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോറാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കോറാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ വൈൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള ഈ ഭാഗത്ത് മാത്രമാണ് വൈൻഡിങ് വരുന്നത്. നമ്മൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറി സൈഡ് ഇപ്പുറത്തെ ഈ സൈഡിലും സെക്കൻഡറി സൈഡ് ഈ ഭാഗത്തുമായിരുന്നു. പക്ഷേ ഇവിടെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിനകത്ത് ഈ സെൻറ്ററിലുള്ള ഈ കോറിൽ മാത്രമായിരിക്കും നമ്മൾ വൈൻഡിങ് നമ്പർ ഓഫ് ടേൺസുകൾ ചുറ്റിയെടുക്കുന്നത്. അപ്പം ഇപ്പം പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും ആ സെയിം കോറിൽ തന്നെയായിരിക്കും. അത്തരം ട്രാൻസ്ഫോമറുകളെയാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്, വളരെ സിമ്പിളായിട്ട് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷനകത്ത് നമ്മളെല്ലാവരും ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടാവും. ഈ ട്രാൻസ്ഫോമറിനകത്ത് നമുക്ക് പുറത്ത് ഓപ്പൺ ഇരിക്കുന്ന ട്രാൻസ്ഫോമറിനകത്തൊന്നും അതിൻ്റെ കോയിൽ എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കോർ എവിടെയാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ഒരു വലിയൊരു കണ്ടെയ്നറിനകത്തായിരിക്കും ഇതിൻ്റെ കോറും കോയിലും എല്ലാം പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഈ പിക്ചർ നോക്കുവാണെങ്കിൽ ഇതൊരു കണ്ടെയ്നറാണ്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കോറും കോയിലും എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ മുകളിലായിട്ട് ഇൻസുലേറ്ററുകൾ കാണും. ഇത് 2 ഇൻസുലേറ്ററാണ്, ഇത് അടുത്ത 2 ഇൻസുലേറ്ററാണ്. അതെല്ലാം നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അപ്പം ഇവിടെ ഈ ഇതൊരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ആ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിനകത്ത് നമ്മൾ പ്രൈമറി വൈൻഡിങ് ചുറ്റിയിരിക്കുന്നു, ടേൺസുകൾ ഉണ്ടാവും. സെക്കൻഡറി വൈൻഡിങ്ങിൽ ടേൺസുകൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു പ്രൈമറി വൈൻഡിങ്, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന് വെച്ചു. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈമറി സൈഡിലേക്ക് വന്ന് കയറുന്നു. ഇപ്പോൾ പോസ്റ്റിൽ നിന്ന് സപ്ലൈ എടുത്ത് കൊടുക്കുന്നു. ഈ ഇൻസുലേറ്റർ വഴി വരുന്നു. അതായത് 11 kV സപ്ലൈ ആണ് ഇവിടെ വരുന്നത്. 11 kV സപ്ലൈ ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഇൻസുലേറ്ററിൻ്റെ വലിപ്പം കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇൻസുലേറ്ററിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. അതും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ പ്രൈമറി സൈഡിൽ 11 kV വന്നേക്കുന്ന ഇൻസുലേറ്റർ കുറച്ച് വലിപ്പം കൂടിയതായിരിക്കും. സെക്കൻഡറി സൈഡിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ലൈനുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻസുലേഷൻ ചെറിയ ഇൻസുലേറ്ററിലായിരിക്കും. കാരണം അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഹൈ വോൾട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആനുപാതികമായിട്ടുള്ള റേഷ്യോയിലുള്ള ഇൻസുലേറ്റർ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ പ്രൈമറി സൈഡിൽ 11 kV വന്നുകൊണ്ട് വലിയ ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചു. ആ വലിയ ഇൻസുലേറ്ററുകൾ നമ്മൾ പ്രൈമറി സൈഡിൽ ടേൺസിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് അനുസരിച്ച് ഇതിൻ്റെ സെക്കൻഡറിയിലേക്ക് വോൾട്ടേജ് ഉണ്ടാകുന്നു. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. അപ്പം ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ 230 വോൾട്ട് ആയതുകൊണ്ടാണ് ഇവിടെയുള്ള ഇൻസുലേറ്ററിൻ്റെ സൈസ് ചെറുതാവാൻ കാരണം. അപ്പം അങ്ങനെ 230 വോൾട്ട് വന്നു. അത് നേരെ പോസ്റ്റുകൾ വഴി നമ്മുടെ വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കെല്ലാം സപ്ലൈ എത്തിക്കുന്നു. ഇനി ഈ കണ്ടെയ്നറിനകത്ത് ഈ കോറും കോയിലും ഇരിക്കുന്ന സമയത്ത് നോർമലി ഈ ലോഡ് സൈഡിൽ, അതായത് നമ്മുടെ കൺസ്യൂമർ സൈഡിൽ ആളുകൾ സപ്ലൈ ലോഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ കൂടുതലായിട്ട് നടക്കും. അപ്പം അങ്ങനെ കറണ്ട് ഫ്ലോ കൂടുതലായിട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് അത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല. 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 24 hours ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോറും കോയിലും എല്ലാം ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ, ഈ കോയിലൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ, കോയിൽ എല്ലാം ലാമിനേറ്റഡ് കോയിലുകളാണ്. അപ്പോൾ ഈ ലാമിനേറ്റഡ് കോയിലുകളാകുമ്പോൾ അത് ചൂടായിട്ടുണ്ടായിരുന്നിട്ട് ലാമിനേഷനൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം ട്രാൻസ്ഫോമറിന് തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ കണ്ടെയ്നറിനകത്ത് ഫുള്ളായിട്ട് ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്ത് വെക്കും. അങ്ങനെ ആ ട്രാൻസ്ഫോമർ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൂളിംഗ് പർപ്പസിനും ഒരു ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമർ ഓയിലിനകത്ത് ഹൈ റെസിസ്റ്റീവ് ആയിട്ടുള്ളതാണ് ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഇതിനകത്ത് കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. അതായത് ഇപ്പം നമ്മൾ സാധാരണ ഒരു ഓയിലിനകത്തോ അല്ലെങ്കിൽ വെള്ളത്തിനകത്തോ ഇറക്കി വെക്കുന്ന പോലെ അല്ല, ഹൈ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ഓയിലിനകത്ത് ഇത് ഫുള്ള് ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കൂളിംഗ് പർപ്പസ് നടക്കും. അതോടൊപ്പം ഇതെന്തായിരിക്കും, ഫുള്ളി ഇൻസുലേറ്റഡ് ആയിരിക്കും.
ഇതാണ് ഇതിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിവൈസുകളൊക്കെയാണ് ട്രാൻസ്ഫോമറിന്റെ കൂടുതൽ പാർട്സുകളിലേക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം അതിന്റെ ഈ ഓയിലിന് ഒരു കൺസർവേറ്റർ ടാങ്ക് ഉണ്ട്, ബ്രീത്തർ ഉണ്ട്, എക്സ്പ്ലോഷൻ വെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രെയിൻ ചെയ്യാൻ ഡ്രെയിൻ വാൽവ് ഉണ്ട്, അങ്ങനെ ഒരുപാടുകളുണ്ട്. അതിപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ബേസിൽ അതിന്റെ പാർട്സുകൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രാൻസ്ഫോമറെ പറ്റി ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഈ ട്രാൻസ്ഫോമറിന്റെ പാർട്സുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്, നമ്മുടെ സിലബസിൽ അതുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ ഉണ്ടാവും, നമ്മൾ അതിന്റെ പാർട്സുകളെ പറ്റി പറയുന്നത്. അപ്പം ഇതെല്ലാവർക്കും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.